എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? നമ്മളിതാ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ട് കൂട്ടുകാർക്ക് അറിയുണ്ടാവും. കാരണം നമ്മൾ ഇന്നലെ തക്കാളിത്തേയൊക്കെ പറിച്ച് നട്ട് ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാടൊക്കെ ഫുള്ള് കളഞ്ഞ് ഇതേ രീതിയിൽ മണ്ണൊക്കെ ഒന്ന് ഫുള്ള് ഇളക്കി മറിച്ചിടാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെടിയൊക്കെ നമ്മുടെ തക്കാളി ചെടിയൊക്കെ നട്ട് വന്നപ്പോഴത്തേനും കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വൈൻഡപ്പിൻ്റെ ഒരു സെക്ഷൻ ആയപ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ ക്ലൈമറ്റൊക്കെ മാറി ഒരു ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ 3 സക്സസ്ഫുൾ ആയിട്ട് നട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള നമ്മുടെ തക്കാളി കൂടി നട്ടു കൊടുക്കാം. അപ്പോൾ ഇളക്കിയിട്ടിട്ടുള്ള മണ്ണിലേക്ക് ഇതാ ബാക്കിയുള്ള നമ്മുടെ തക്കാളിത്തേയും കൂടി നമുക്ക് നട്ടെടുക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും ഊരിയിട്ടില്ല വേണ്ടി നമ്മളിവിടെ ഫുള്ള് മണ്ണ് ഇപ്പോൾ ഇളക്കിയിട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മണ്ണ് തറഞ്ഞു കൂട്ടോ. ഓരോന്നാക്കി എടുത്തിട്ട് നമുക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് മതിയല്ലോ തക്കാളത്തേക്ക്, ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നും വേണ്ട. പിന്നെ നമ്മൾ ഈ ഒരു തക്കാളി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വിളവിന് വേണ്ടി ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ കഴിച്ച് അടിപൊളിയായിട്ടൊരു റിസൾട്ട് കിട്ടും ഇതിനൊക്കെ. അതേപോലെ തന്നെ നമ്മൾ ബീൻസ് ഒക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിടയ്ക്ക് ഈ ഒരു ഭാഗത്ത് ഫുള്ള് ചെത്തി കിളച്ച് ബീൻസ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീൻസ് അത് നമുക്ക് 45ാമത്തെ ദിവസം ബീൻസിൽ കായ് ഉണ്ടാവും. ഇതാ ഇട വെച്ചിട്ടൊന്ന് ഒടിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കത് കെട്ടിക്കൊടുക്കാം. ഒടിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ വേസ്റ്റ് ആക്കേണ്ട, ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. എന്തായാലും ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. കമ്പ് വെച്ച് കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വരിയായിട്ട് നടാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്ഥലം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബാക്കി കൂടി നമുക്കൊന്ന് റെഡി ആക്കിയിട്ട് അതിന് ശേഷം നമുക്ക് നട്ടു കൊടുക്കാം. നമ്മുടെ ഈ ഒരു വരി നമ്മൾ ഫുള്ളായിട്ട് നട്ടു കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴത്തെ വരി ഒന്ന് നട്ടു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കൂടെ നടന്നിട്ട് കുറച്ചൊന്ന് മണ്ണ് ഉറച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒന്ന് ഇളക്കിയിട്ടാണ് ഇപ്പോൾ നടുന്നത്. കല്ലാട്ടോ, വലിയ കരിങ്കല്ലുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഒരുപാട് വലിയ കുഴിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ തക്കാളി തൈ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കുഴികൾ തന്നെ ധാരാളം. അതിനൊരു വേരൊക്കെ ഫുള്ള് ഇങ്ങനെ മണ്ണിലേക്ക് ഇരിക്കാൻ പാകത്തിനൊരു കുഴി മതി. മണ്ണിരയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ വളക്കൂറുള്ള മണ്ണാണെന്നുള്ളതിന് വേറെ തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ. മണ്ണിരയൊക്കെയുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ആ ഒരു മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാണേ. എന്തോ അവിടെ ആവണിക്കുട്ടി ഉണ്ട് കേട്ടോ. ഇവിടെ ആൾക്കിന്ന് ക്ലാസ്സൊന്നും ഇല്ലല്ലോ അവൾക്ക്. അതുകൊണ്ടോ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ തക്കാളി തൈകളാണ്. ഇതൊരു 3 ഉണ്ട്. 3 കൂടി നമുക്ക് ഒരെണ്ണത്തിൽ വയ്ക്കാം. അങ്ങനെ നമ്മളിവിടെ ക്ലീൻ ചെയ്ത ഏരിയ ഫുള്ള് നമ്മൾ പറിച്ചെടുത്തുള്ള തക്കാളി തൈകൾ നട്ടിരിക്കുകയാണെങ്കിൽ ഇതാ നോക്കൂ, ഒരു 3-4 തൈ കൂടി ബാലൻസ് ഉണ്ട്. ചെറിയ ചെറിയ തൈകളാണേ, 3-4 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാണാം. ഇതവിടെ നമുക്ക് എന്തായാലും ഇത്ര സ്പേസ് വെറുതെ കിടക്കുമല്ലേ. നമ്മൾ കാടൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൽ ബാക്കിയുള്ള തൈകൾ കൂടി നടാൻ വേണ്ടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് 2 എണ്ണം കേട്ടോ അവശേഷിക്കുന്നത്. നമുക്ക് ഇത് അവിടെ സ്പേസ് ഉണ്ടെന്ന് അവിടെ കൊണ്ട് നടാം.
തക്കാളി തൈകൾ നട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ പറിച്ച് നട്ടിട്ടുള്ള എല്ലാ തക്കാളി തൈയും പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ നിന്ന് തക്കാളി തൈകളായതുകൊണ്ട് എല്ലാം പറിച്ച് ഇതേപോലെ ഒരേ രീതിയിൽ നട്ടിട്ടുള്ള മണ്ണൊക്കെ ഫുള്ള് കിളച്ച് മറിച്ച് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നട്ടെടുത്തിട്ട് ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ തക്കാളിക്ക് നല്ല വിളവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ് കുത്തിയിട്ട് നന്നായിട്ട് ഇങ്ങനെ തക്കാളി തൈകൾ ഇങ്ങനെ വളരുന്നതനുസരിച്ച് ഓരോ പുതിയ പുതിയ തളിർക്ക് വരുന്നതനുസരിച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കും. നമ്മൾ കുരുമുളക് വള്ളികളൊക്കെ ഇങ്ങനെ കെട്ടി കൊടുക്കുമല്ലോ കവുങ്ങുകളിലൊക്കെ. അപ്പോൾ എന്താ മണി കുട്ടി അട്ടയോ അട്ട കടിക്കില്ല പൊക്കോ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ തളിർപ്പുകൾ പുതിയത് വരുന്നതനുസരിച്ച് നമ്മളിങ്ങനെ കമ്പ് കുത്തിയിട്ട് അതിലേക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റ് നമ്മുടെ തക്കാളി തൈ പോവുകയും ചെയ്യും. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് നല്ല വിളവ് കിട്ടും കേട്ടോ. അപ്പോൾ ഉയരം കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടുന്നൊക്കെ പറയില്ല പരസ്യങ്ങളിൽ. അപ്പോൾ അതേപോലെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് നല്ല വിളവ് കിട്ടും. തക്കാളിയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇതിന് കമ്പ് റെഡിയാക്കണം. എന്താ അവനെക്കുട്ടി അവനെക്കുട്ടി ഇത് അവിടെ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അട്ടാന്ന് പറയുകയാണ്. എന്നാലും അവളവിടെ കളിക്കുക, നമുക്ക് അവിടെ പോയി എടുക്കണം. അപ്പോൾ എന്തായാലും നമുക്കിനി കമ്പ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കമ്പ് ഒന്ന് റെഡിയാക്കാം. കാരണം നമുക്ക് ഇത്രയും തക്കാളി തൈകൾ ഉണ്ട്. അപ്പോൾ ഇത്രയും കമ്പുകൾ വേണം. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ഓരോ കമ്പുകൾ കുത്തി കൊടുക്കാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും കുറിച്ച്. അപ്പോൾ നമുക്ക് കമ്പ് വേണം, അതേപോലെ തന്നെ കെട്ടി കൊടുക്കാൻ ഒരു വള്ളിയൊക്കെ വേണം. അപ്പോൾ എല്ലാപ്പോൾ നമുക്ക് കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചിലത് ചെറുതാണ്, അപ്പോൾ തന്നെ പുതിയ തളിർപ്പൊക്കെ വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ വലുതുകൾ മാത്രം നമുക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കെട്ടി കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം ഇനി വരുന്ന മുളകളൊക്കെ വരുന്നതനുസരിച്ച് ഇനി വളരുന്നതനുസരിച്ച് നമുക്ക് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ വഴിയേ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് പോയിട്ട് കമ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ എന്തായാലും കമ്പൊക്കെ കുത്തിയിട്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് കാണുന്നത് ബൈ.